നമസ്കാരം. ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ശാസ്തമംഗലം വാർഡിൽ VIP വാർഡ് എന്നറിയപ്പെടുന്ന ശാസ്തമംഗലം വാർഡ് ഇതിനോടകം തന്നെ ശ്രദ്ധ നേടിയിട്ടുണ്ട്. ശാസ്തമംഗലം വാർഡിൽ LDFിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന അമൃതയെ പരിചയപ്പെടാം. അമൃത ആദ്യമായിട്ടാണ് ഈ കൗൺസിൽ രംഗത്ത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ മുഖ്യധാര രാഷ്ട്രീയത്തിലോട്ട് പ്രവേശിക്കുന്നു. കൗൺസിലർ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എങ്ങനെ കാണുന്നത്? ആദ്യം തന്നെ വളരെയധികം സന്തോഷമുണ്ട്. ആദ്യമായാണ് ഇത്രയും വലിയൊരു ചുമതലയിലേക്ക് പോകുന്നത്. കോളേജ് യൂണിയൻ ഇലക്ഷൻ പോലെയല്ല നമ്മുടെ ഈ കൗൺസിൽ ഇലക്ഷൻ എന്ന് പറഞ്ഞത്. അപ്പം ഒരുപാട് ശക്തിയോടെയാണ് പോകുന്നത്. ഒരുപാട് എന്നെ പിന്തുണയ്ക്കാൻ ഒരുപാട് ആൾക്കാരും ഉണ്ട്. ധൈര്യത്തോടെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. പിന്നെ നമുക്ക് ഇവിടെ ശ്രദ്ധ ആകർഷിച്ചു തുടങ്ങിയിരിക്കുന്നു. കാരണം ഒരു VIP സ്ഥാനാർത്ഥി, മുൻ DGP BJPയുടെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നു. മാത്രമല്ല ഇത് BJPയുടെ വാർഡ് തന്നെയാണ്. അപ്പോൾ വിട്ടുകൊടുക്കില്ല എന്നുള്ള ഒരു തീരുമാനത്തിലാണ് BJP നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ തവണ എങ്ങനെയെങ്കിലും നമ്മുടെ കോർപ്പറേഷൻ പിടിക്കണമെന്ന ലക്ഷ്യത്തോടുകൂടി ശബരിനാഥനെ മേയർ സ്ഥാനാർത്ഥിയായി അവതരിപ്പിച്ചുകൊണ്ട് വളരെ നല്ല നേരത്തെ തന്നെ കോൺഗ്രസും കളം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഏറ്റവും ശ്രദ്ധയെ ആകർഷിക്കുന്ന ഒരു വാർഡായി ശാസ്തമംഗലം മാറി. ഈ വാർഡിൽ ഈ വിജയം ഉറപ്പാണോ? എനിക്ക് ഉറപ്പാണ് വിജയം. കാരണം ഞാൻ ഈ നാട്ടുകാരിയാണ്. എൻ്റെ ശാസ്തമംഗലമാണ്. ഞാൻ ഇവിടുത്തെ ഒരു മകൾ തന്നെയാണ്. അപ്പം എല്ലാവർക്കും എന്നെ അറിയാം. അപ്പം ഒരു മത്സരമാകുമ്പോൾ പല ആൾക്കാരും ഉണ്ടാകും. അപ്പം മാഡം മത്സരിക്കുന്നുണ്ട്. അത് മാഡത്തിനോട് ബഹുമാനത്തോടെ തന്നെയാണ് കാണുന്നത്. അപ്പം ആർക്ക് വേണമെങ്കിലും മത്സരിക്കാം. അതൊന്നും ഒരു ഘടകമായി ഒന്നും തന്നെ കാണുന്നില്ല. എൻ്റെ വിജയം ഇവിടെ ഉറപ്പാണെന്ന് എനിക്ക് ഒറ്റ ബോധമുണ്ട്. അത്രയേ ഉള്ളൂ. നാട്ടുകാരിയാണെന്നുള്ള ഒരു പരിഗണന ജനങ്ങൾക്ക് മേലുണ്ടാവും, ജനങ്ങൾ തരും എന്നുള്ള വിശ്വാസമുണ്ട്. അതോടൊപ്പം തന്നെ അവസാനം ജനങ്ങളോട് എന്ത് വിഷയമാണ് ഈ ശാസ്തമംഗലം വാർഡിൻ്റെ എന്ത് വിഷയമാണ് ഉയർത്തി കാണിച്ചുകൊണ്ടാണ് വോട്ട് ചോദിക്കുന്നത്? ഒരു വിഷയം എന്ന് പറയാൻ എനിക്കില്ല. ഞാനൊരു ജനപ്രതിനിധിയായി വന്നു കഴിഞ്ഞാൽ അവരുടെ എന്താവശ്യത്തിനും ഞാൻ കൂടെ ഉണ്ടാകും. അതോടൊപ്പം കുറച്ച് വികസനങ്ങൾ ഇവിടെ കൊണ്ടുവരാനുണ്ട്. അതെൻ്റെ മനസ്സിലുണ്ട്. അത് ഞാൻ എല്ലാവരിലേക്കും പറയുന്നുണ്ട്. അത് മാത്രമാണ് ഞാൻ ഉന്നയിക്കുന്നത്. ബാക്കിയൊന്നും എന്നെ ഒരു ഘടകമായി ഞാൻ കാണുന്നില്ല.